നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഗാനരചയിതാവ് പി ഭാസ്കരന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ആരംഭിച്ച പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണീരും സ്വപ്നങ്ങളും സമാപിച്ചു. വൈകിട്ട് 3 മണിക്ക് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷനോ മറ്റു മാധ്യമങ്ങളോ ഇല്ലാത്ത കാലത്തെ റേഡിയോ മാത്രമായിരുന്നു ജനങ്ങൾക്ക് ആശ്രയം. ആ കാലത്ത് തന്റെ പാട്ടുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആകാശവാണിയാണ്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പരിഭവം കാണിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാട്ടുകൾ ഹിറ്റായി കഴിഞ്ഞ് ആകാശവാണി 10 പ്രാവശ്യം ചോദിച്ചാൽ ഒരു പാട്ട് പോകും. അത് സത്യമാണ്. കാരണം അത് എന്തായാലും റിയാക്ഷൻ വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം അവൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പാട്ട് കൊടുക്കും. അങ്ങനെ ആണ് ഞാൻ പ്രതികാരം ചെയ്തത്. എന്നാലും എനിക്ക് ആകാശത്ത് കടപ്പാട്ട്. കാരണം എൻ്റെ ഈ പാട്ടുകളെല്ലാം ആകാശവാണിയുടെ ജനങ്ങൾ കേട്ടത്. അന്ന് ചാനലുകളില്ല, ടെലിവിഷൻ ഇല്ല. എൻ്റെ പാട്ടുകളെല്ലാം കേട്ട റേഡിയോയിലൂടെയാണ് ആകാശവാണി എൻ്റെ പാട്ടുകൾ ജനങ്ങൾ എത്തിച്ചത്. അത് വലിയ കടപ്പാട്. അപ്പം ഇതിൻ്റെ ഈ എൻ്റെ ഗുരുനാഥന് ഇങ്ങനൊരു അംഗീകാരം നൽകി, അദ്ദേഹത്തിന് അറിയിക്കുന്ന സ്ഥാനം നൽകിയ ഈ ലൈബ്രറി എൻ്റെ ഒരു വലിയ ദക്ഷിണ ഞാൻ കൊടുക്കുന്നു. ഞാൻ എഴുതി എഴുതാനും പുസ്തകങ്ങൾ ഈ ലൈബ്രറിക്ക് അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങളെന്നോട് ചൊല്ലി പിന്നൊരു പാട്ട്. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ. ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കണ്ണീരും സ്വപ്നങ്ങളും പരിപാടിയിൽ പി ഭാസ്കരന്റെ കരസ്പർശമേറ്റ വിവിധ മേഖലകൾ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. ഗായകൻ വി ടി മുരളി, എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, ഗാനരചയിതാക്കളായ ഷിബു ചക്രവർത്തി, റഫീഖ് അഹമ്മദ്, ബി കെ ഹരിനാരായണൻ, കാവ്യ നിരൂപകരായ കെ വി സജയ്, വിജു നായരങ്ങാടി, സി പി ചിത്രഭാനു, ഡോക്ടർ മഹേഷ് മംഗലാട്ട്, ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ഡി പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. പി ഭാസ്കരന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത പരിപാടികളും നൃത്തശില്പവും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിന് ശേഷം പി ഭാസ്കരൻ പുതുക്കിപ്പണിത മലയാളി ഭാവുകത്വം എന്ന വിഷയത്തിൽ കവി വീരാൻകുട്ടി സംസാരിച്ചു. തുടർന്ന് ചെങ്ങന്നൂർ ശ്രീകുമാറും സംഘവും ചേർന്ന് പി ഭാസ്കരന്റെ ഗാനങ്ങൾ പുനരാവിഷ്കാരം നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.